തലസ്ഥാനത്തെ ഒരു പോലീസ് വാർത്തയിലേക്ക് കൂടി പോകാം. പലപ്പോഴും നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിയൊക്കെ കാണുമ്പോൾ എത്ര ദുരിതപൂർണ്ണമാണെന്ന് ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾക്ക് തോന്നിപ്പോകും. ഒരു ഭാഗത്ത് ഈ പറയുന്ന പോലുള്ള ക്രിമിനൽ ബന്ധം, ഗുണ്ടാ ബന്ധം ഒക്കെ ആരോപിക്കുമ്പോഴും അതൊരു മൈനോറിറ്റിയാണ്, തികഞ്ഞ ന്യൂനപക്ഷം മാത്രമാണ്. നമ്മൾ കാണുന്ന പോലീസ് ആരാണ്? രാപ്പകലില്ലാതെ അത് വെളുപ്പിന് നമ്മൾ പോകുമ്പോൾ ആ തണുപ്പത്തും ഉച്ചയ്ക്ക് നമ്മൾ പോകുമ്പോൾ ആ ചൂടത്തും മഴ പെയ്യുമ്പോൾ ആ മഴയത്ത് നിൽക്കുന്ന പോലീസാണ് യഥാർത്ഥ പോലീസ്. മറ്റുള്ളവരൊക്കെ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ മാഫിയ ഉണ്ടാക്കി അല്ലെങ്കിൽ ഗൂഢസംഘം ഉണ്ടാക്കി പിഴച്ചു പോകുന്ന അല്ലെങ്കിൽ വഴിപിഴച്ചു പോയ ഒരു വിഭാഗത്തിന് തന്നെ ആ ഒരു പേരിന് തന്നെ കളങ്കപ്പെടുത്തുന്ന, തീർച്ചയായിട്ടും അവർ വളരെ ചെറിയ വിഭാഗം എന്ന് തന്നെ പറയാം. എന്തായാലും അത്തരത്തിൽ അമിത ഭാരത്തിന്റെ പോലീസ് വിഭാഗത്തിന്റെ ഒരു ജോലിഭാരത്തിന്റെ ഒരു വാർത്ത കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്തെ വഞ്ചൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം അവർക്ക് ഉള്ളത്. കോടതി ശിക്ഷിച്ച കുറ്റവാളിക്കൊപ്പം ബൂട്ട് ധരിക്കാൻ പോലും ആകാത്ത കാലുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ജോലി ചെയ്യുകയായിരുന്നു. ആകെയുള്ള 6 വനിതാ പോലീസുകാരിൽ 2 പേർ പോക്സോ കോടതി ഡ്യൂട്ടിയിലാണ്, ഒരാൾ പ്രസവ അവധിയിലുമാണ്. ഇത്തരത്തിൽ വേണ്ട വിധത്തിലുള്ള ജീവനക്കാരുടെ ക്ഷാമം എന്നും പറയുന്നതാണ്. ആവശ്യത്തിന് പോലീസുകാരില്ല എന്നുള്ള പരാതി എന്ന് വരണം. എന്തായാലും ആ ഒരു ദുരിതം നിറഞ്ഞ ഒരു ഡ്യൂട്ടിയുടെ കാഴ്ച ഒന്ന് കാണാം. പോലീസിലെ ക്രിമിനലുകൾക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പ് നടപടി പ്രശംസനീയമാണ്. എന്നാൽ സേനയിലെ ആൾക്ഷാമവും അമിത ജോലിഭാരവും പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്? വഞ്ചൂർ സ്റ്റേഷനിൽ ആകെയുള്ളത് 6 വനിതാ പോലീസുകാർ. ഇതിൽ 2 പേർ സ്ഥിരമായി 2 പോക്സോ കോടതികളിലായി ഡ്യൂട്ടിയിലാണ്. ഒരാൾ പ്രസവ അവധിയിൽ, മറ്റുള്ളവർക്ക് ക്രമമനുസരിച്ച് നൈറ്റ് പാറാവ് ഡ്യൂട്ടിയുണ്ട്. സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പുറമെ കൺട്രോൾ റൂം ഡ്യൂട്ടിക്ക് 1 ദിവസമെങ്കിലും പോകണം. മാസം 2 ദിവസമെങ്കിലും പിങ്ക് പട്രോളിൻ്റെ ഭാഗമാകണം. പിങ്ക് പട്രോളിംഗ് ഇപ്പോൾ രാത്രിയും ഏർപ്പെടുത്തിയപ്പോൾ ഒരാളെപ്പോലും അധികമായി ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടില്ല. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആഗ്നസിനാണ് പോക്സോ കേസിൽ 7 വർഷത്തേക്ക് കോടതി ശിക്ഷ വിധിച്ച ട്രാൻസ്ജെൻഡറിനൊപ്പം പരിക്കേറ്റ കാലുമായി സുരക്ഷ പോകേണ്ടി വന്നത്. കാലിന് പരിക്കുള്ളതിനാൽ പോക്സോ കോടതിയിലെ ഡ്യൂട്ടിക്കാണ് സ്റ്റേഷനിൽ നിന്ന് ആഗ്നസിനെ നിയോഗിച്ചിട്ടുള്ളത്. ആൾക്ഷാമം കാരണം ആഗ്നസ് സ്വമേധയാ ഡ്യൂട്ടി എടുത്തു പോവുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഒരു സ്റ്റേഷനിൽ മാത്രമല്ല, പല സ്റ്റേഷനുകളിലും ആൾക്ഷാമം പ്രശ്നം തന്നെയാണ്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഓക്കെ, VV വിനോദിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്, പക്ഷേ പ്രഭാതകൾ അവസാനിക്കുന്നില്ല, വാർത്തകളും. അതെ, ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് തിരികെ എത്താം. മനുഭരത്തിനൊപ്പം.